എൻ്റെ പേര് സജിത. ഞാൻ പാലക്കാട് യാക്കരയിൽ നിന്നാണ് വരുന്നത്. 2023 ഞാൻ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം ഞാൻ എജോഹോമിൽ ജോയിൻ ചെയ്തു. എനിക്ക് ബാങ്കിങ് സെക്ടറിനോടാണ് താല്പര്യം. പക്ഷേ എനിക്ക് യാതൊരുവിധ ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്തൊക്കെ എക്സാംസ് ഉണ്ട്, എങ്ങനെയൊക്കെ പഠിക്കണമെന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല. വിനോദ് സാറും പിന്നെ എജോഹോമത്തെ സ്റ്റാഫ്സ് ആയിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ തരുന്നത്. ലൈക്ക് ഇന്ന എക്സാംസ് ഉണ്ട്, എങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എക്സാംസ് ക്രാക്ക് ചെയ്യാമെന്നൊക്കെ. ഞാനിപ്പോൾ IDBI ജാം ജൂനിയർ അസിസ്റ്റന്റ് മാനേജറിൻ്റെ പോസ്റ്റിലാണ് സെലക്ട് ആയിരിക്കുന്നത്. എൻ്റെ വീക്ക് സബ്ജക്റ്റ് എന്ന് വെച്ചാൽ കോൺസ് ആണ്. സ്ട്രോങ് റീസണിങ്ങും കോണ്ട് വീക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ കോണ്ട് നന്നായി ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സാറുടെയും മറ്റേ സ്റ്റാഫ്സിൻ്റെ ഒക്കെ ട്രിക്സും കാര്യങ്ങളും കൊണ്ടാണ് ഞാൻ കോണ്ട് സ്ട്രോങ് ആക്കി ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ IDBI ജാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ എക്സാം വിത്ത് ഇൻ്റർവ്യൂ ആയിരുന്നു. ഇതെൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്. എനിക്ക് ഇൻ്റർവ്യൂവിൽ എന്ത് ചെയ്യണം, എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അങ്ങനെ യാതൊരു സ്കിൽസ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ സാറായിരുന്നു എനിക്കിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇന്നത് ചെയ്യണം. എവരി സിംഗിൾ ഡീറ്റെയിൽ സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിനെ കുറിച്ച്. അത് കാരണമാണ് ഞാൻ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്തത്. സാറുടെ ഇൻ്റർവ്യൂ ക്ലാസ് കാരണമാണ് എൻ്റെ കോൺഫിഡൻസ് കൂടിയത്. കാരണം അതുവരെ എനിക്ക് ഫേസ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാറിൻ്റെ ഇൻ്റർവ്യൂ ക്ലാസ് കാരണമാണ് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാവരും ഫേസ് ചെയ്യാൻ പഠിച്ചത്. പിന്നെ ഇവിടെ ഡെയിലി ന്യൂസ് പേപ്പർ സെഷൻസ് ഉണ്ട്. അത് കാരണമാണ് എൻ്റെ കറണ്ട് അഫെയർ ആയാലും ഇംഗ്ലീഷ് ആയാലും ഇമ്പ്രൂവ് ചെയ്തത്. ഓക്കെ, എജോഹോമിൽ സ്റ്റാഫ്സും പിന്നെ വിനോദ് സാറിൻ്റെ സപ്പോർട്ട് കാരണമാണ് എനിക്ക് IDBI ജാം എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. സോ താങ്ക് യു വിനോദ് സാർ ആൻഡ് എജോഹോം സ്റ്റാഫ്സ്. താങ്ക് യു.